ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മ പിതാമഹന്റെ അടുത്തു ചെന്ന് ശ്രീകൃഷ്ണനും പാണ്ഡവരും സാഷ്ടാംഗം നമസ്കരിച്ചു. ശ്രീകൃഷ്ണൻ അപേക്ഷിച്ച പ്രകാരം ക്ഷീണിതനാണെങ്കിലും ഭീഷ്മർ ധർമ്മപുത്രന് വേണ്ടതുപോലെ ഉപദേശങ്ങൾ നൽകി. ദുഃഖത്തിൽ നിന്നും രാജാവിനെ വിമുക്തനാക്കി. ധർമ്മപുത്രരുടെ സംശയങ്ങൾക്കെല്ലാം പിതാമഹൻ വ്യക്തമായ മറുപടി കൊടുത്തു. ഒരു ഭരണകർത്താവ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദീകരിച്ചു. ധർമ്മപുത്ര, ഭഗവാന്റെ പാദകമലങ്ങളെയും വിപ്രധർമ്മങ്ങളെയും ആശ്രയിച്ച് ജീവിക്കുന്ന നിങ്ങൾക്ക് ക്ലേശവും വ്യാകുലതയും വന്നുചേരാൻ പാടില്ലാത്തതാണ്. പാണ്ഡു മഹാരാജാവ് മരിച്ചപ്പോൾ കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കാൻ നിങ്ങളുടെ മാതാവ് കുന്തിദേവി വളരെയേറെ ബുദ്ധിമുട്ടുകൾ സഹിച്ചു. ധർമ്മപുത്രനായ രാജാവും ശക്തനായ ഭീമസേനനും ധനുർധരനായ അർജുനനും സുഹൃത്തായ മാധവനുമുള്ളപ്പോൾ ഒരിക്കലും ആപത്തുകൾ ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. എന്നിട്ടും സംഭവിക്കരുതാത്തത് സംഭവിച്ചു. പിതാമഹൻ തുടർന്നു. ഈശ്വര നിശ്ചയം ആർക്കും കാലേ കൂട്ടി അറിയാൻ കഴിയില്ല. എല്ലാം ഭഗവാന്റെ ഇച്ഛയാണ്. അത് നടക്കും. പ്രജകളെ പാലിക്കുക. സർവേശ്വരനായ ഭഗവാൻ യോഗമായയാൽ നിഗൂഢനായി അമ്മാവന്റെ പുത്രനും സുഹൃത്തും മന്ത്രിയും ഒക്കെയായി നിങ്ങളുടെ കൂടെ തന്നെയില്ലേ? അദ്ദേഹം നിരഹങ്കാരനാണ്. അദ്ദേഹം ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ഉത്കൃഷ്ടമെന്നോ നികൃഷ്ടമെന്നോ ഭേദബുദ്ധിയില്ല. അതുകൊണ്ട് ഉണ്ണി, ഭക്തന്മാരിൽ ഭഗവാന്റെ കാരുണ്യാതിശയം ദർശിക്കുക. പ്രാണൻ ഉപേക്ഷിക്കാൻ ഒരുങ്ങുന്ന എനിക്ക് മടികൂടാതെ ഭഗവാൻ ദർശനം തന്നില്ലേ? പിതാമഹൻ ഉദാഹരണ സഹിതം യുധിഷ്ഠിരന് ധർമ്മരഹസ്യങ്ങൾ ബോധ്യപ്പെടുത്തി. ധർമ്മതത്വങ്ങൾ എല്ലാം അറിയുന്നവനാണ് ഭീഷ്മർ. അദ്ദേഹം വർണ്ണാശ്രമങ്ങളെപ്പറ്റിയും സാമാന്യധർമ്മങ്ങളെ വിസ്തരിച്ചും പറഞ്ഞുകൊടുത്തു. ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം എന്നിവയാണ് ആശ്രമങ്ങൾ. കർമാടിസ്ഥാനത്തിൽ രൂപപ്പെട്ട് ഉണ്ടായവരാണ് ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്രർ. വർണ്ണാശ്രമ വ്യവസ്ഥകളിലൂടെ ലൗകിക ജീവിതം നയിച്ചാൽ വിജയം സുനിശ്ചിതമാണ്. വൈരാഗ്യരാഗങ്ങൾ അനുസരിച്ച് ധർമ്മങ്ങളെ പലതായി തരംതിരിക്കാം. അവ നിവൃത്തിധർമ്മം, പ്രവൃത്തിധർമ്മം, ദാനധർമ്മം, രാജധർമ്മം, മോക്ഷധർമ്മം, സ്ത്രീധർമ്മം, ഭഗവത് ധർമ്മം എന്നിവയാകുന്നു. ധർമ്മത്തെപ്പറ്റി ഇതിഹാസ കഥകൾ ഉദ്ധരിച്ച് വർണ്ണിച്ചപ്പോൾ യുധിഷ്ഠിരന്റെ മനസ്സിൽ കൂടുതൽ ജ്ഞാനം തെളിഞ്ഞു.